ഹായ്, വെൽക്കം ടു സിബിൻ സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മഫ്ത അടിക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു കഷ്ണം നമ്മൾ നേരത്തെ വെട്ടി ഉണ്ടാക്കിയിരുന്നു. പിന്നെ സ്ക്വയറിലൊരു പീസിനെ നമ്മൾ ക്രോസ് ഇട്ട് വെട്ടി മഫ്ത ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ചെയ്യേണ്ടതാണ് കാണിക്കുന്നത്. ഒന്നുമില്ല, ഇവിടെ അടിക്കണമെന്നില്ല. ഈ റൗണ്ട് നിന്ന് വിട്ട് നേരെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മടക്കി അടിക്കുക എന്ന് പറയുന്നത് തട്ടം മടക്കി അടിക്കുമ്പോൾ മടക്കി ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് മടക്കിയിരിക്കുക. ഇതിലോട്ട് ശ്രദ്ധിക്കുക. പീസിനെ ഇതങ്ങനെ മടക്കി എടുക്കുക. പെട്ടെന്ന് പരിപാടി ചെയ്യാം. ഒരു ഷോള് മടക്കി എടുക്കുന്ന മഫ്ത ഉണ്ടാക്കുക. ഈ മഫ്ത എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ സംഭവം, അത് ഒരു വിധക്കാർക്ക് മഫ്ത എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറയും. അത് അറിയാനൊന്നുമില്ല. ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാനാണ് മടക്കിയെടുക്കുക. കട്ടിങ് സ്ക്വയർ ആയിട്ട് അംബ്രല്ല കട്ട് ചെയ്യും പോലെ ക്രോസ് എടുത്ത് കട്ട് ചെയ്യുക. മടക്കി അടിച്ചു കൊടുക്കുക. മിഷീനിൽ നോക്കുക. ഫുള്ളായിട്ട് റൗണ്ട്, ഇവിടെ റൗണ്ട് ആയിരിക്കും. റൗണ്ടായിട്ട് തന്നെ മടക്കിയെടുക്കുക. അത് ചെറുതായിട്ട് ഒരു അടി വേണമെങ്കിൽ മടക്കിയെടുക്കുക ആദ്യം. പിന്നെ രണ്ടാമത്തെ അടി അടിച്ചു കൊടുത്താൽ റൗണ്ടായി ക്ലിയർ ആയി കിട്ടില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റൊക്കെ ചെയ്യുന്നവർ രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഒരു മടക്കി അടിക്കുക, പിന്നീട് മടക്കി അടിച്ചാൽ മതി. വീട്ടിൽ വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ മഫ്ത വേണമെന്ന് പറഞ്ഞാൽ നേരെ കടയിലോട്ട് ഓടണ്ടാകും മഫ്തക്ക് വേണ്ടിയിട്ട്. വീട്ടിൽ ഷോളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഷോള് ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഷോൾ ഉണ്ടെങ്കിൽ ആ ഷോളിന് നമ്മൾ ക്രോസ് കട്ടിങ് കൊടുത്തിട്ട് മഫ്ത ആക്കി എടുക്കുക. വല്യമ്മമാർക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന തലയിൽ മഫ്തത്തിന് പകരം ഇടുന്ന ഒരു സാധനമാണ് മഫ്ത. മഫ്തയുടെ സ്റ്റിച്ചുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് മഫ്ത. ഷോൾ കരടിക്കുമ്പോൾ തന്നെ കരടിച്ചെടുക്കുക. നമ്മൾ മേലെ ഭാഗം റൗണ്ട് ഇതുവല്ല ഒട്ടിട്ട ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ എടുക്കുക. ഏകദേശം മഫ്തയുടെ അടിഭാഗം മുതൽ നമ്മൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വെട്ട് കൊടുക്കുക. മഫ്തയുടെ സെൻറ്റർ ഇതുപോലെ വെട്ടിട്ട് കൊടുക്കുക. ഈ പീസ് കണ്ടോ, ഈ പീസിന് നമ്മൾ സെൻറ്ററിൽ വെട്ടിട്ട് കൊടുക്കുക. ഇതിന്
ഇതിൻ്റെ ഏറ്റവും ഒരടി നമുക്ക് അടിക്കാൻ എളുപ്പത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. ആദ്യമായിട്ടൊക്കെ അടിക്കുന്നവർ ഒരടി മാർക്ക് എടുക്കുക. ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. നല്ല വശം നോക്കുക. മടക്കിയടിച്ച ഭാഗം ഉള്ളിലേക്ക് കൊടുത്തിട്ട് നല്ല വശമായി ഉപയോഗിക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ വെക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു തിരക്കൊക്കെ പോകണമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ഈ തിരക്കുന്നില്ല. ഇവിടെ അടിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ റൗണ്ട് ചെയ്ത് നമ്മളിവിടെ ഇതിന്മേൽ തട്ടുന്ന വിധത്തിൽ സെൻറ്റർ മാറി പോയിട്ട് സെൻറ്റർ കറക്റ്റല്ലേ നോക്കുക. അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആക്കുക. അടിക്കുമ്പോൾ വലിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നൂല് മെഷീൻ എടുക്കുക. ഇവിടെ നിന്ന് തുമ്പുകളുണ്ടെങ്കിൽ ഒട്ടുന്ന വെട്ടി ലെവലാക്കിയിട്ട് കൊടുക്കുക. തുമ്പ് നമ്മുടെ ഷോളുമൊക്കെ, അതായത് മഫ്തുമൊക്കെ ഇങ്ങനെ ഈ ചെറിയ പീസിൽ നിന്ന് വലിയ പീസിലോട്ട് തുമ്പ് ഇങ്ങനെ മടക്കിയിട്ട് കെട്ടി ഒന്ന് നിറം പൊളിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഇവിടെ നിന്ന് സ്റ്റിച്ച് റെഡിയല്ലേ ഒന്ന് ലെവലാക്കിയിട്ട് ഇവിടെ റൗണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് ചവിട്ട് വീതി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, പോയിന്റിനല്ല, തെല്ലിനല്ല, ചവിട്ട് വീതിക്ക് ശ്രദ്ധിക്കുക. ചവിട്ട് വീതിക്ക് ഇങ്ങനെ വെച്ചെടുക്കുക. ഫുള്ളായിട്ട് ചവിട്ട് വീതിക്ക് അടിച്ചെടുക്കുക. ഇതാണ് മഫ്ത. ഇത് മഫ്തയുടെ മേൽഭാഗം. മേൽഭാഗം ഇതാണ് മഫ്തയുടെ ഫ്രണ്ട് മേൽഭാഗം എന്ന് പറയുന്നത്. നെറ്റിയിൽ മുഖത്ത് നെറ്റിയിൽ വയ്ക്കുന്ന ഭാഗം കണ്ടോ. ഇത് ഡബിൾ പീസ് ക്രോസ് ആയിട്ട്, അപ്പോൾ ഇങ്ങനെ വലിയ ടൈറ്റ് ആയിരിക്കില്ല. ഇങ്ങനെ വന്ന് ഇത് കോണർ ഇതിങ്ങനെ നേരെ പുറകിലോട്ട് പോകും. ഇതാണ് വശം, അടിവശം ഇങ്ങനെ റൗണ്ടായി ഇങ്ങനെ പോകും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മടക്കി അടിച്ച ഭാഗം നമ്മളെ മുഖത്തിന്റെ ഒരളവ് ഏകദേശം അടിമമാരുടെ മുകളവ് ഉള്ളത് നല്ലതായിരിക്കും. റൗണ്ടിനനുസരിച്ച് നമ്മൾ ഇവിടെ അളവ് കറക്റ്റാക്കുക. ഒരു 9-18 മതിയാവും. ആ ലെവലിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് നേരെ താഴോട്ടുള്ള ഭാഗം നേരെ ഇവിടുന്ന് നല്ലതായിട്ട് കെട്ടിട്ടെടുക്കണം. നല്ല കെട്ടിട്ടടിക്കാതിലേക്ക് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് രണ്ടും കൂടെ ഇങ്ങനെ അടിച്ചെടുക്കുക. ഇത് ഉള്ളിലോട്ട് അടിച്ച് മറിച്ചാലും മതി. അടിഭാഗം ഉപ്പാക്കുക. ഈ അടി തെല്ലിനെ വൃത്തിയിൽ അടിച്ചെടുക്കണം. അത് കഴിഞ്ഞാത്തൊരു ഉള്ളിന്ന് നമ്മൾ സാധാരണ അടിക്കുമ്പോൾ അടിച്ച് മറിച്ച് കൊടുത്താലും മതി. തുമ്പ് 2 വശം ഉള്ളിൽക്കാക്കി കൊടുത്താലും മതി. ഉള്ളിലേക്ക് തുമ്പ് കൊടുത്ത് കേടായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതാണ് മഫ്ത. ഇത് മഫ്തയുടെ സംഭവം. ഇത് തലയിലിടുന്ന ഭാഗം ഇങ്ങനെ ഇവിടുത്തെ ഫ്രണ്ട് ഇങ്ങനെ വരും. ഇത് ലൂസിന് ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ പുറകുവശത്തോട്ട് പോയി ഇങ്ങനെ
ആണ് മഫ്ത. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും. അടുത്തൊരു വീഡിയോയിൽ വേറെ ഒരു നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സുമായി വരുന്നതാണ്. അതുവരെ ബൈ.